Dear students, welcome to the next video lecture on circuits and networks. I am Deepak Vidya from Department of Electrical and Electronics Engineering with the Academy of Science and Technology. Today I will be explaining about H parameter and its equivalent circuit. So നമുക്ക് നെക്സ്റ്റ് പാരാമീറ്റേഴ്സ് ടു പോർട്ട് നെറ്റ്വർക്കിൻ്റെ അടുത്ത ഒരു പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് എച്ച് പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ ആണ്. ആക്ച്വലി യു ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദിസ് എച്ച് പാരാമീറ്റർ ഇൻ അനലോഗ് ഇലക്ട്രോണിക്സ് അല്ലേ. ട്രാൻസിസ്റ്ററിൻ്റെ മോഡലിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നല്ല റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡ് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറയുന്നതാണ് എന്ത്, എച്ച് പാരാമീറ്റർ ഓർ ഹൈബ്രിഡ് പാരാമീറ്റർ മോഡൽ. ഈ ഹൈബ്രിഡ് പാരാമീറ്റർ മോഡലിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ആ പേര് ഹൈബ്രിഡ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. സോ ഹിയർ in hybrid parameters, the input voltage V1 and the output current are expressed in terms of input current and output voltage. So V1 and I2 are the dependent variable. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. V1 and I2 are the dependent variable and I1 and V2 are the independent variable. So V1 and I2 are expressed in terms of I1 and V2. Okay. സോ നിങ്ങൾ ആ ഓർഡറും നിങ്ങൾ ശ്രദ്ധിക്കണം. V1 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് V2 ആണ്, അതേപോലെ I2 ഇൻ ടേംസ് ഓഫ് I1 ആൻഡ് V2 ആണ്. H11ൻ്റെ ഒപ്പം വരുന്നത് എന്താണ്, I11 ആണ്. അത് തെറ്റിച്ച് V2 ഇൻറ്റു V2 ഇവിടെ V2 ഇവിടെ I1 എഴുതരുത്. അപ്പോൾ അതോ ഈ ഇക്വേഷൻസ് എച്ച് പാരാമീറ്റർ മോഡലിൻ്റെ രണ്ട് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. സോ I1 ആൻഡ് V2 ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് I1 and V2. Sorry, V1 and I2 are expressed in terms of I1 and V2. സോ ആ മാട്രിക്സ് നമ്മളെപ്പോഴും ഓർത്തിരിക്കാൻ ഏറ്റവും നല്ലത് എന്താണ്, നമ്മുടെ മാട്രിക്സ് ആയിരിക്കും. ആ മാട്രിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ V1 വരും, നേരെ തന്നെ എന്ത് വന്നിട്ടുണ്ട്, I1 വന്നിട്ടുണ്ട്. ഇവിടെ I2 ആണെങ്കിൽ ഇവിടെ എന്താണ്, V2 ആണ്. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നമ്മുടെ അനലോഗ് ഇലക്ട്രോണിക്സും നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ മോഡലിങ്ങിലാണ് ട്രാൻസിസ്റ്ററിൻ്റെ ഇക്വേഷൻസ് പറയുമ്പോൾ ഈ V1 എന്ന് പറയുന്നത് അവിടെ ട്രാൻസിസ്റ്ററിൻ്റെ ഇപ്പോൾ എന്താണ് നമ്മുടെ കോമൺ ബേസ് അല്ല കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ബേസിനും എമിറ്ററിനും ഇടയിലാണ്. സോ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ബേസിനും എമിറ്ററിനും ഇടയിലുള്ള വോൾട്ടേജ് VBE ആണ്. ഓക്കെ, VBE അവിടെ നമ്മൾ എന്താണ് I1 എന്ന് പറയുന്നത് എന്താണ്, ബേസ് കറണ്ട് ഇൻപുട്ട് കറണ്ട് ആണ്. സോ H11 എന്നല്ല പറയുക, അതിന് വേറൊരു നൊട്ടേഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും, I1ന് പകരം IB ആണ്, പ്ലസ് H12 V2 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്, കളക്ടറിനും എമിറ്ററിനും ഇടയിലുള്ള വോൾട്ടേജ് ആണ്. സോ VCE അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്, ബേസ് ടു എമിറ്റർ വോൾട്ടേജ് അല്ലേ. അതേപോലെ I2 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കളക്ടർ കറണ്ടാണ്, ഔട്ട്പുട്ട് കറണ്ട് കളക്ടർ കറണ്ടാണ്. H21 ഇൻറ്റു IB പ്ലസ് H22 ഇൻറ്റു എന്താണ് V2 എന്ന് പറയുന്നത് കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് VCE. സോ ഇതും നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, സോ ബേസ് ടു എമിറ്റർ വോൾട്ടേജ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കളക്ടർ കറണ്ട് ആൻഡ് കളക്ടർ കറണ്ട് അല്ല, ബേസ് കറണ്ട് ആൻഡ് കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ് ഇൻ കേസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവിടെ അതും ഇതും ഒരുമിച്ച് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ രണ്ടും നമുക്ക് എന്താണ് ഒരുമിച്ച് പഠിക്കാൻ പറ്റും. ദെൻ I2 ഈസ് ദ ഔട്ട്പുട്ട് കറണ്ട് അവിടെ ട്രാൻസിസ്റ്ററിൻ്റെ കേസിലാണെന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ്സ് എ കളക്ടർ കറണ്ട്. ഓക്കെ, ദെൻ H21 ഇൻറ്റു I1 ഈസ് ദ ബേസ് കറണ്ട്, H22 ഇൻറ്റു V2 ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ദാറ്റ് ഈസ് കളക്ടർ ടു എമിറ്റർ വോൾട്ടേജ്. ആ മോഡലും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം അതിൽ നമ്മൾ കറണ്ട് H11 ഓരോ ടേമുകളും അവിടെ HFE HIE HOE എന്നൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അതിൽ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇതിലും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും പേരുകൾ എന്തൊക്കെയാണ്, H11 എന്താണ്, H12 എന്താണ്, H21 എന്താണ്, H22 എന്താണെന്നുള്ളതൊക്കെ നോക്കാം. ഇനി നമ്മളെപ്പോഴും പറയുന്ന പോലെ ഈ പാരാമീറ്റേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, ജനറൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഇക്വേഷൻ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. V1ൻ്റെയും I2ൻ്റെയും ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ H11 കാണണമെങ്കിൽ നമ്മൾ നോർമലി പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യണം, ഈ ടേമിന് 0 ആക്കണം. ദാറ്റ് മീൻസ് V2 0 ആക്കണം. V2 0 ആക്കാൻ മീൻസ് എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജിന് എന്ത് ചെയ്യുന്നു, ഇല്ലാതാക്കുക. വോൾട്ടേജിന് 0 ആക്കാൻ മീൻസ് ഷോർട്ട് ചെയ്തു.
ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് ടെർമിനൽ ഷോർട്ട് ചെയ്ത്, അപ്പോൾ I2 അവിടെ തന്നെ ഉണ്ടാവും, പക്ഷേ വോൾട്ടേജ് എന്താക്കി, 0 ആക്കി. അപ്പോൾ ഈ V2 0 ആകുമ്പോൾ V2 0, ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പുതിയ സർക്യൂട്ട് കിട്ടും. ആ സർക്യൂട്ടിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. എന്തൊക്കെയാണ്? H11 കണ്ടുപിടിക്കാൻ പറ്റും, H21 കണ്ടുപിടിക്കാൻ പറ്റും. കാരണം V2 0 ആക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ടേമും പോയി. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? H11 ഈസ് ഈക്വൽ ടു എന്താണ്? V1/I1. ഓക്കെ, V1/I1 വെൻ V2 is equal to 0. സോ V2 is equal to 0 ആയതുകൊണ്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ടഡ്, ഇത് V1/I1 എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എൻ ഇംപീഡൻസ് അല്ലേ, ഇൻപുട്ട് ഇംപീഡൻസ് ആണ്. ഇൻപുട്ടിലത്തെ വോൾട്ടേജ് ബൈ ഇൻപുട്ടിലത്തെ കറണ്ട് ആണ്. സോ ഷോർട്ട് സർക്യൂട്ടഡ് ഇൻപുട്ട് ഇംപീഡൻസ് ആണ് എന്ത്? H11 എന്ന് പറയുന്നത്. ഓക്കെ, സോ H11 ഈസ് ദ ഷോർട്ട് സർക്യൂട്ടഡ് ഇൻപുട്ട് ഇംപീഡൻസ്. ഓക്കെ, സോ ഫസ്റ്റത്തെ H11 എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇതേപോലെ ഓരോന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാം. H11 ഇതേപോലെ V2 0 ആകുമ്പോൾ ഒരു കാര്യം കൂടി കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. H21 ആണ്. H21 ഇവിടെ നിന്ന് എഴുതാം. ഓക്കെ, ഇത് 0 ആയി. സോ H21 ഈസ് ഈക്വൽ ടു എന്താണ്? I2/I1 എന്ന് വരും. I2/I1 വെൻ V2 is equal to 0. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പേര് പറയും? കണ്ടീഷൻ എന്താണ്? V2 is equal to 0. ദാറ്റ് മീൻസ് ഷോർട്ട് സർക്യൂട്ടഡ്. ഷോർട്ട് സർക്യൂട്ടഡ്. ദെൻ I2/I1 എന്ന് പറയുന്നത് എന്താണ്? കറൻറ്റിൻ്റെ റേഷ്യോ ആണ് അല്ലേ, അല്ലെങ്കിൽ കറൻറ്റ് ഗെയിൻ എന്നും വേണമെങ്കിൽ പറയാം. ഔട്ട്പുട്ട് കറൻറ്റ് ബൈ ഇൻപുട്ട് കറൻറ്റ്, അല്ലെങ്കിൽ ഫോർവേഡ്. ഷോർട്ട് സർക്യൂട്ടഡ് ഫോർവേഡ് എന്ന് പറയാൻ കാരണം ന്യൂമറേറ്ററിലുള്ള ഔട്ട്പുട്ട് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ടഡ് ഫോർവേഡ് കറൻറ്റ് ഗെയിൻ. ഓക്കെ, ഷോർട്ട് സർക്യൂട്ടഡ് ഫോർവേഡ് കറൻറ്റ് ഗെയിൻ. ഇത് നമ്മൾ കോമൺ എമിറ്റർ അല്ല, നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ കേസിലാണ് വെച്ചാൽ HFE എന്നാ പറയുക. ഈ F സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഫോർവേഡ്. E സ്റ്റാൻഡ്സ് ഫോർ എമിറ്റർ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അപ്പോൾ അവിടെ അങ്ങനെ പേര് കൊടുത്തു. ഇവിടെ ഈ ഫോർവേഡ് F എടുത്തു. ഓക്കെ, സോ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ പറയുന്ന പേരെന്താണ്? ഷോർട്ട് സർക്യൂട്ടഡ് ഫോർവേഡ് കറണ്ട് ഗെയിൻ ഓർ കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ, അങ്ങനെ വേണമെങ്കിലും പറയാം. ഷോർട്ട് സർക്യൂട്ടഡ് കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ എന്നും പറയാം. ദെൻ അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? H11 കണ്ടുപിടിച്ചു, H21 കണ്ടുപിടിച്ചു. ഇനി H12ഉം H22ഉം കണ്ടുപിടിക്കാൻ വീണ്ടും നമ്മൾ ഈ സർക്യൂട്ട് എടുക്കുക. ഇതിലെന്ത് ചെയ്യുക? ഇപ്പോൾ H12 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ I1നെ 0 ആക്കിയാൽ മതി. ഓക്കെ, സോ I1നെ 0 ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഓപ്പൺ ചെയ്ത് തന്നെ വെക്കുക. ഓക്കെ, I1 0 ആക്കുക. I1 0 ആക്കുമ്പോൾ ഇവിടെ V1 എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ടാവും, I1 ഇല്ലാതാവും. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സോഴ്സ് കണക്റ്റഡ് ആയിട്ട് ഉള്ളതായിട്ട് അസ്യൂം ചെയ്യണം. അവിടെ ആ സോഴ്സിൻ്റെ വോൾട്ടേജ് V2 ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് കറണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും, ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ ഒരു പുതിയ സർക്യൂട്ട് കിട്ടും. ആ സർക്യൂട്ടിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? H12 കണ്ടുപിടിക്കാൻ V1ഉം V2ഉം തമ്മിലുള്ള റേഷ്യോ H12 is equal to, ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം? I1 0 ആയി കഴിഞ്ഞാൽ H12 is equal to എന്താണ്? V1/V2 ആണ്. ഓക്കെ, സോ I1നെ നമ്മൾ എന്ത് ചെയ്തെടുക്കുകയാണ്? 0 ആക്കുകയാണ്. I1 0 മീൻസ് എന്താണ്? ഓപ്പൺ സർക്യൂട്ട് ചെയ്തെടുക്കുകയാണ്. സോ ഈ H12ന് എന്ത് പേര് കൊടുക്കാം? ഓപ്പൺ സർക്യൂട്ടഡ്. V1/V2 ആയതുകൊണ്ട്, V1 എന്ന് പറയുന്നത് ഇൻപുട്ടിലത്തെ ക്വാണ്ടിറ്റിയാണ്, ഡിവൈഡ് ബൈ ഔട്ട്പുട്ടിലത്തെ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് റിവേഴ്സ്. ദെൻ ഇറ്റ്സ് എ വോൾട്ടേജ് ഗെയിൻ, റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ അല്ലെങ്കിൽ റിവേഴ്സ് വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ എന്ന് വേണമെങ്കിൽ പറയാം. ഓപ്പൺ സർക്യൂട്ടഡ് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ ഓർ വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ. ഓക്കെ, സോ ഓപ്പൺ സർക്യൂട്ടഡ് എന്ന് പറയാൻ കാരണം എന്താണ്? I1 0 ആയതുകൊണ്ട്. അതേപോലെ I1 0 ആയി കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി കണ്ടുപിടിക്കാം രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന്. എന്താണ്? നമുക്ക് I1 0 ആയി കഴിഞ്ഞാൽ ഈ ടേം പോയി. സോ H22 is equal to എന്ത് വരും? I2/V2. ഓക്കെ, I2/V2 വെൻ I1 is equal to 0. I1 is equal to 0 ആയതുകൊണ്ട് എന്ത് എഴുതാം? ഷോർട്ട് സർക്യൂട്ടഡ്. ദെൻ I2/V2 ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ആൻ അഡ്മിറ്റൻസ്. ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ടിലത്തെ അഡ്മിറ്റൻസ് ആണ്, ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്. ഷോർട്ട് സർക്യൂട്ടഡ് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ്. ഓക്കെ, സോ നമ്മളെന്തായി? ഓരോ പാരാമീറ്റേഴ്സും പറഞ്ഞു. ഇനി ഹൈബ്രിഡ് എന്ന് പറയാനുള്ള കാരണം അത് ഞാൻ പറയാം. സോ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ആ ഇക്വേഷനിൽ നിന്ന് ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. H11 എന്ന് പറയുന്നത് എന്താണ്? V1/I1 വെൻ V2 is equal to 0 ആണ്. സോ V2 is equal to 0 ആയതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? ഷോർട്ട് സർക്യൂട്ടഡ് എന്ന് പറയുന്നത്. ദെൻ V1/I1 ആയതുകൊണ്ട് എന്താണ്? ഇൻപുട്ട് ഇംപീഡൻസ് എന്ന് പറഞ്ഞു. സോ H11 എന്ന് പറയുന്നത് ഒരു ഇംപീഡൻസ്, അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഓം ആയിരിക്കും. ഓക്കെ, ദെൻ H12 എന്ന് പറയുന്നത് എന്താണ്? V1/V2 വെൻ I1 is equal to 0 ആണ്. സോ I1 is equal to 0 എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഓപ്പൺ സർക്യൂട്ടഡ്. റിവേഴ്സ് എന്ന് പറയാൻ കാരണം എന്താ? ന്യൂമറേറ്ററിൽ ഇൻപുട്ടിലത്തെയും ക്വാണ്ടിറ്റിയും
ഡിനോമിനേറ്ററിൽ ഔട്ട്പുട്ടിലത്തെ ക്വാണ്ടിറ്റി ആണ് വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ. ഓക്കെ, വോൾട്ടേജിൻ്റെ ഗെയിൻ അല്ലെങ്കിൽ വോൾട്ടേജ് ട്രാൻസ്ഫർ റേഷ്യോ എന്ന് പറയാം. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്താ? V1/V2. V1 എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്, ഡിനോമിനേറ്ററിനും വോൾട്ടേജ്. വോൾട്ടേജ് ബൈ വോൾട്ടേജ് എന്താണ്? യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി ആണ് H12 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ്സ്. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് ആണെങ്കിൽ എന്തായിരുന്നു? ഓം ആയിരുന്നു. രണ്ടാമത്തെ ഇതിൻ്റെ H12ൻ്റെ യൂണിറ്റ് എന്താ? യൂണിറ്റ്സ് ഇല്ല. ഇനി അടുത്തൊരു പാരാമീറ്റർ. ഓക്കെ, ദെൻ H21 എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, I2/I1 ആണ്. വെൻ V2 = 0. V2 = 0 ആയതുകൊണ്ടാണ് ഇവിടെ ഷോർട്ട് സർക്യൂട്ടഡ് വന്നത്. ദെൻ I2 ന്യൂമറേറ്ററിൽ ഔട്ട്പുട്ടും ഡിനോമിനേറ്ററിൽ ഇൻപുട്ടും ആയതുകൊണ്ടാണ് ഇവിടെ ഫോർവേഡ് വന്നത്. ദെൻ ഇറ്റ്സ് എ കറണ്ട് ട്രാൻസ്ഫർ റേഷ്യോ ഓർ കറണ്ട് ഗെയിൻ. ഓക്കെ, സോ അതായി. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് കറണ്ട് ബൈ കറണ്ട് ആണ്. അതിനും യൂണിറ്റ് എന്താ? യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ്. യൂണിറ്റ് ലെസ് എന്ന് വേണമെങ്കിൽ പറയാം, യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് ക്വാണ്ടിറ്റി H22 എന്താണ്? I2/V2 വെൻ I1 = 0. I1 = 0 ആയതുകൊണ്ട് എന്താണ്? ഓപ്പൺ സർക്യൂട്ടഡ്. ദെൻ I2/V2 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് എന്ന് പറയാം. ഓക്കെ, സോ ഈ ഓരോ പാരാമീറ്റേഴ്സിനും H11 ആയാലും H12 ആയാലും H21 ആയാലും H22 ആയാലും ഓരോ പാരാമീറ്റേഴ്സിനും ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡയമെൻഷൻസ് ആണ്. ഒരെണ്ണം ഇമ്പിഡൻസ് ആണെങ്കിൽ മറ്റൊന്ന് അഡ്മിറ്റൻസ് ആണ്. വേറെ രണ്ടെണ്ണം, ഒരെണ്ണം വോൾട്ടേജ് ഗെയിനും ഒരെണ്ണം കറണ്ട് ഗെയിനും ആണ്. അതിനാണെങ്കിൽ യൂണിറ്റും ഇല്ല, ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റികളാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇപ്പോൾ സെഡ് പാരാമീറ്ററിൻ്റെ കേസിൽ എല്ലാ പാരാമീറ്റേഴ്സും Z11 ആണെങ്കിലും Z12 ആയാലും Z21 ആയാലും Z22 ആയാലും എല്ലാം ഇമ്പിഡൻസ് ആണ്. ദെൻ Y പാരാമീറ്ററിലാണെന്ന് വെച്ചാൽ എല്ലാം അഡ്മിറ്റൻസുകളാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഒരെണ്ണം അഡ്മിറ്റൻസ് ആണ്, ഒരെണ്ണം ഇമ്പിഡൻസ് ആണ്, രണ്ടെണ്ണം എന്താണ്? യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റികളാണ്. അതുകൊണ്ടാണ് ഈ പാരാമീറ്ററിന് എന്താ പറയുന്നത്? ഹൈബ്രിഡ്, എല്ലാത്തിൻ്റെയും സങ്കരം. ഹൈബ്രിഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്? ഹൈബ്രിഡ് വെറൈറ്റീസ് ഉണ്ടാവും. ഓരോ ബേർഡ്സിൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള ഇതുള്ള രണ്ടിൻ്റെ കോമ്പിനേഷനെയാണ് ഹൈബ്രിഡ്. നമ്മുടെ ഹൈബ്രിഡ് വെഹിക്കിൾസ് ഉണ്ട്. എന്താണ്? അവിടെ ഇലക്ട്രിക് എഞ്ചിനും ഉണ്ടാവും, പെട്രോൾ എഞ്ചിനും, രണ്ടും ചേർന്നതുണ്ട്. അങ്ങനെ പലതും ചേർന്നത് ആയതുകൊണ്ട് നമുക്ക് ഇതിനെന്ത് പറഞ്ഞു? ഹൈബ്രിഡ് എന്ന് പേര് വന്നു. ഓക്കെ, ഓരോന്നിൻ്റെയും ഡയമെൻഷൻസ് ഡിഫറൻ്റ് ആണ്. ഓരോ പാരാമീറ്ററിൻ്റെയും ഡയമെൻഷൻസ് ഡിഫറൻ്റ് ആയതുകൊണ്ടാണ് ഈ പേര് വരാനുള്ള കാരണം, ഹൈബ്രിഡ് പാരാമീറ്റർ എന്ന് പേര് വരാനുള്ള കാരണം. ഓക്കെ, ദെൻ നമുക്ക് എന്താണ് അതിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് ഞാൻ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഈക്വലൻറ്റ് സർക്യൂട്ട്? നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുക? ഇപ്പോഴും ഈക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാൻ നമ്മളെപ്പോഴും നോക്കേണ്ടത് എന്താണ്? നമ്മുടെ H പാരാമീറ്ററിൻ്റെ ഇക്വേഷൻസ് ആണ്. ഇവിടെ ഫസ്റ്റത്തെ ഇക്വേഷൻ V1 = എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് ഇക്വേഷനാണ്. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? ഒരു കറണ്ടിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇത് V1 = എന്ന് പറയുന്നത് ഇത് ഇൻപുട്ടിലത്തെ ഇക്വേഷനും I2 = ആയതുകൊണ്ട് ഇത് ഔട്ട്പുട്ടിലത്തെ ഇക്വേഷനാണ്. സോ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ ഇൻപുട്ട് സൈഡിന് നമ്മളൊരു സീരീസ് കോമ്പിനേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ദെൻ I2 ഔട്ട്പുട്ടിലത്തെ ടേംസ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ടിൻ്റെ ഇക്വേഷൻ ആയതുകൊണ്ട് ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യും? പാരലൽ ഇക്വേഷൻ സർക്യൂട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഈക്വലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാൻ ആദ്യം എന്ത് ചെയ്തു? നമ്മുടെ I1 ഇൻപുട്ട് കറൻറ്റും ഇൻപുട്ട് വോൾട്ടേജും നമ്മൾ മാർക്ക് ചെയ്തു. അതേപോലെ ഔട്ട്പുട്ടിലത്തെ കറൻറ്റും എന്ത് ചെയ്യുക? ഔട്ട്പുട്ടിലത്തെ കറണ്ട് I2 ഔട്ട്പുട്ടിലത്തെ വോൾട്ടേജ് V2 മാർക്ക് ചെയ്തു. ഇനി V1 ഇവിടുത്തെ ടേം H11 × I1 ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ H11 I1 റെപ്രസെൻറ്റ് ചെയ്യാൻ എന്താണ്? H11 ഒരു ഇമ്പിഡൻസ്. H11 ഒരു ഇമ്പിഡൻസ് ആണെന്ന് ഞാൻ നേരത്തെ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ H11 എന്ത് ചെയ്തു? ഒരു ഇമ്പിഡൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ആ ഇമ്പിഡൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? I1 × H11 ആണ്. സോ നമ്മുടെ ഫസ്റ്റത്തെ ഇക്വേഷനിലത്തെ ആദ്യത്തെ ടേം V1 = H11 I1 എന്ന് പറയുന്ന ടേം നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇമ്പിഡൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ H12 × V2. ഈ V2 എന്ന് പറയുന്നത് ഔട്ട്പുട്ടിലത്തെ ക്വാണ്ടിറ്റിയാണ്. അതിന് H12 × V2 എന്ന് പറയുന്നത് എന്താണ്? ഒരു വോൾട്ടേജ് തന്നെയാണ്. സോ ആ വോൾട്ടേജിനെ ഇൻപുട്ട് സൈഡിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സെഡ് പാരാമീറ്ററിൽ പറയുന്ന പോലെ തന്നെ ഒരു ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് വരച്ചു. ആ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ എന്താണ്? H12 × V2 ആണ്. ഓക്കെ, സോ നമ്മൾ ആ V1 = H11 I1 + H12 V2 എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഒരു സർക്യൂട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലത്തെ അല്ലെങ്കിൽ ഇൻപുട്ട് സൈഡിലത്തെ ഈക്വലൻറ്റ് സർക്യൂട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പൊളാരിറ്റിയാണ്. ഇവിടെ പ്ലസും ഇവിടെ മൈനസും വരുന്ന രീതിയിലാണ്. കാരണം നമ്മുടെ ഇവിടെ I1 × H11ൻ്റെ പൊളാരിറ്റി എന്താ വരിക? ഇവിടെ I1 എൻ്റർ ചെയ്യുന്നത് H11ലേക്ക് എൻ്റർ ചെയ്യുന്നത് ഇതേ കൂടിയാണ്, ലെഫ്റ്റിൽ കൂടിയാണ്. അതേപോലെ റൈറ്റ് സൈഡിൽ മൈനസും ആണ്. അപ്പോൾ അതേ പൊളാരിറ്റി വരുന്ന രീതിയിൽ വേണം എന്ത് വരയ്ക്കാൻ? H12 × V2 വരയ്ക്കാൻ. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് വരച്ചു. ഇതേപോലെ റൈറ്റ് സൈഡിൽ ഞാൻ പറഞ്ഞു കറണ്ടിൻ്റെ ഇക്വേഷനാണ്.
കറണ്ടിനെ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? പാരലൽ കോമ്പിനേഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ആ I2 is equal to H21 into I1 പ്ലസ് H22 into V2 എന്ന് പറയുന്ന ഇക്വേഷനാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതിൽ H22 എന്ന് പറയുന്നത് ഒരു അഡ്മിറ്റൻസ് ആണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ H22നെ നമ്മൾ എന്ത് ചെയ്തു? V2ന് പാരലായിട്ട് എന്ത് ചെയ്തു? റെപ്രസെൻറ്റ് ചെയ്തു. ഈ H22 എന്ന് പറയുന്നത് എന്താണ്? ഒരു അഡ്മിറ്റൻസ് ആണ്. അപ്പോൾ ഈ അഡ്മിറ്റൻസിൽ കൂടെയുള്ള കറണ്ട്, ഇതിൽ കൂടെയുള്ള കറണ്ടിനെ നമുക്ക് എന്ത് പറയാം? അതിനെ ക്രോസുള്ള വോൾട്ടേജ് V2 ഇൻറ്റു H22 എന്ന് എഴുതാം. സോ I2 is equal to H21 I1 പ്ലസ് H22 V2ൽ H22 V2 എന്ന് പറയുന്ന ടേം നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു. H22 V2ന് പാരലായിട്ട് വരച്ചു. സോ H22ലേക്കുള്ള കറണ്ട് എന്താണ്? V2 ഇൻറ്റു H22 ആണ്. ഓക്കെ, ദെൻ I2 is equal to H22 ഇൻറ്റു V2 എന്ന് പറയുന്ന ടേമായി. I2 ഇൻകമിങ് കറണ്ടാണ് ഈക്വൽ ടു ഇത്. ദെൻ അടുത്ത ഭാഗം നമ്മളെന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകുന്നതായിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് എന്താണ്? H21 ഇൻറ്റു I1. ഇതിൽ I1 എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ ക്വാണ്ടിറ്റിയാണ്. അത് ഔട്ട്പുട്ട് സൈഡിൽ വരയ്ക്കണമെങ്കിൽ വീണ്ടും എന്ത് വേണം? ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരയ്ക്കണം. ഓക്കെ, സോ അത് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ആയിട്ട് വരച്ചു. അത് അടിയിലോട്ട് ഫ്ലോ ചെയ്യുന്ന പോലെ തന്നെ വരയ്ക്കണം. ആ കറണ്ട് സോഴ്സിൻ്റെ വാല്യൂ എന്താണ്? H21 I1 ആണ്. ഓക്കെ, അപ്പോൾ ആ കറണ്ട് സോഴ്സുമായി. സോ ദിസ് വിൽ ബി ദ ഈക്വലൻറ്റ് സർക്യൂട്ട്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ സെറ്റ് പാരാമീറ്റർ, ഈ ഭാഗം സെറ്റ് പാരാമീറ്റർ പോലും ഈ ഭാഗം വൈ പാരാമീറ്ററിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് പോലെയാണ് എന്ത് വരിക? ഈ എച്ച് പാരാമീറ്ററിൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ട് വരിക. ഓക്കെ, സോ അത് വരയ്ക്കാൻ നമ്മൾ പഠിക്കണം. സോ ദിസ് ഈസ് ദ ഈക്വലൻറ്റ് സർക്യൂട്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും. V1 is equal to H11 I1 പ്ലസ് H12 V2 എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. ഇവിടെ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ I2 is equal to എന്താണ്? ഇതേ കൂടെയുള്ള കറണ്ട് H22 ഇൻറ്റു V2, ഇതേ കൂടെയുള്ള കറണ്ട് എന്താണ്? H21 ഇൻറ്റു I1 എന്ന് കിട്ടും. ഓക്കെ, സോ ഈക്വലൻറ്റ് സർക്യൂട്ട് ഈസ് ദ സർക്യൂട്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഇക്വേഷൻസ് ദാറ്റ് ഗവേണിങ് H പാരാമീറ്റേഴ്സ്. H പാരാമീറ്ററിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരു സർക്യൂട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോയിൽ H പാരാമീറ്റർ എന്താണെന്ന് പറഞ്ഞു, എൻ്റെ ഈക്വലൻറ്റ് സർക്യൂട്ടിൻ്റെ റെപ്രസെൻറ്റേഷൻ പറഞ്ഞു. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും. താങ്ക് യു. ഇത് നിങ്ങളുടെ നോട്ടായിട്ട് എഴുതുക. ഓക്കെ.